ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിക്ക് ബദലായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തളർന്നും വളർന്നും മുന്നോട്ട് നീങ്ങുന്ന പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയുടെ യോഗ തീരുമാനങ്ങൾ മുതിർന്ന പത്രപ്രവർത്തകൻ കെ.പി. രാജീവൻ വിശദീകരിക്കുന്നു. ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇപ്പോഴേക്കും സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും മമതാ ബാനർജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങൾ യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ പേര് പറഞ്ഞപ്പോൾ 24 ജനുവരി പിറക്കുമ്പോഴേക്കും സംസ്ഥാന തലങ്ങളിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നുള്ളതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ കൊടുംതണുപ്പിൽ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ വളരെ ചൂടേറിയ തീരുമാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി ഒരുമിച്ച് നിന്ന് പോരാടാനുള്ള തീരുമാനവുമായാണ് യോഗം സമാപിച്ചത്. പാർലമെന്റിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ രാജ്യവ്യാപകമായി 22-ന് ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായ ഒരു സുപ്രധാനമായ തീരുമാനം. അതോടൊപ്പം മുന്നണി ഘടകകക്ഷികളെല്ലാം ഒരുമിച്ച് ചേർന്ന് രാജ്യത്ത് 10ഓളം റാലികൾ നടത്താനും തീരുമാനമായി. ജനുവരി പിറക്കുമ്പോഴേക്കും സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും മുന്നണി ഘടകകക്ഷികളെല്ലാം ഒന്നിച്ച് തീരുമാനമെടുത്തു. ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനത്തിൽ തർക്കമുണ്ടായാൽ മുതിർന്ന നേതാക്കൾ ഇടപെടാനും തീരുമാനിച്ചു. യോഗത്തിൽ എല്ലാ ഘടകകക്ഷികളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കുണ്ടായ വൻ വിജയത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച നടത്തി മുന്നണി തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തതായാണ് ഘടകകക്ഷി നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ യോഗത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മമതാ ബാനർജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനമാണ്. മമത കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേരാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത പല പ്രമുഖ നേതാക്കളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുമുണ്ടായി. എന്നാൽ ഈ തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പാരയാണോ പിന്തുണയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളതെന്ന് വ്യക്തമാണ്. യോഗത്തിൻ്റെ തലേ ദിവസം വരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്ന് പറഞ്ഞ മമതാ ബാനർജി പൊടുന്നനെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ പേര് പറഞ്ഞപ്പോൾ ഗാന്ധി കുടുംബമടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ ഒരു വേള അതൊരു സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വെട്ടാനാണ് മമതയുടെ ഈ പൊടുന്നനെയുള്ള നിർദ്ദേശമെന്ന് ദേശീയ മാധ്യമങ്ങൾ പലരും സൂചന നൽകിക്കഴിഞ്ഞു. മമതയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും രാഹുൽ വിരോധം ഒരു പരിധിവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും അറിയാവുന്നതാണ്. ഈ ഒരു തീരുമാനത്തെ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഈ നിർദ്ദേശത്തെ യോഗത്തിൽ വെച്ച് തള്ളിക്കളയുകയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തീരുമാനിക്കേണ്ടതല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് അധസ്ഥിത വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും തൻ്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്നും ആദ്യം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു ഖാർഗെയുടെ വിശദീകരണം. വിജയിച്ച് എംപിമാരുണ്ടായാൽ മാത്രമേ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ശരി, ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര്, അതും മമതാ ബാനർജിയെ പോലെയുള്ളൊരു പ്രമുഖ നേതാവ് നിർദ്ദേശിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ
ഇത് സംബന്ധിച്ചുള്ള ചർച്ച മുന്നണി ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ ചേർന്ന ഈ യോഗത്തിൽ ഏറ്റവും കൂടുതൽ നേരം ചർച്ച ചെയ്തത് സീറ്റ് വിഭജനം സംബന്ധിച്ചാണെന്ന് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും വ്യക്തമാക്കുന്നു. 2024 ജനുവരി പിറക്കുമ്പോഴേക്കും സംസ്ഥാന തലങ്ങളിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നുള്ളതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ അങ്ങോട്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃരംഗത്ത് നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും രാജ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.